ഒരു ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെ അളവെടുക്കാമെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനൊരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ബ്ലൗസ് ഇതുപോലെ നല്ല വശം തന്നെയായിട്ട് മറിച്ചിടുക. എന്നിട്ട് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ബാക്ക് സൈഡിൽ എത്രയാണ് ഇറക്കം വരുന്നത് നോക്കുക കേട്ടോ. തയ്യൽ തുമ്പൊന്നും കൂട്ടാതെ തന്നെ 14 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലൗസിന് വരണത്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ വണ്ണാണേ നോക്കേണ്ടത്. ബ്ലൗസ് അതുപോലെ തന്നെ നേരെ അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ഒരു ആം ഹോളിൽ നിന്ന് അടുത്ത ആം ഹോളിലേക്കുള്ള ലെങ്ത്താണ് കേട്ടോ നമ്മൾ എടുക്കണത്. 18 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം മൊത്തം 36 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ വണ്ണം വരണത്. അപ്പോൾ ഇനി വേണ്ടത് ഇടവണ്ണമാണ്. ഇടവണ്ണം നമ്മുടെ ആ ടക്കിൻ്റെ ഭാഗത്തായിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 16 ഇഞ്ചാണ് വരുന്നത്. താഴ്ഭാഗത്തെ വണ്ണം വരുന്നത് ഒരു 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിതെല്ലാം പേപ്പറിൽ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ എടുക്കണം. ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസ് ഇങ്ങനെ അധികം വലിക്കാതെ കൃത്യമായിട്ട് നേരെ ഇടണം കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഷോൾഡർ എടുക്കണത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് കൊടുത്തേക്കണം നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കണത്. അങ്ങനെ അല്ലാണ്ട് എടുത്തിട്ട് തയ്യൽ തുമ്പ് സെപ്പറേറ്റ് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ തയ്യൽ തുമ്പോടുകൂടി അളക്കുമ്പോഴത്തേക്കിനും 11.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 5.25 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഷോൾഡർ വരിക. അപ്പോൾ ഞാൻ അത് അളന്നിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ ഇതുപോലെയും ചെയ്യാം കേട്ടോ. ഇതുപോലെ ബ്ലൗസ് 2ആയിട്ട് മടക്കിയിട്ട് കൃത്യമായിട്ട് മടക്കണം കേട്ടോ. കൃത്യമായിട്ട് മടക്കിയിട്ട് ഞാൻ ഈ മെഷീത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കൃത്യമായിട്ട് വെച്ച് കൊടുക്കണം. കൃത്യമായിട്ട് വെച്ച് കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് മറ്റേതുപോലെ എടുത്തിട്ട് കൃത്യമല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. അപ്പോൾ അതുപോലെ അളക്കുമ്പോഴും തയ്യൽ തുമ്പോട് കൂട്ടി നമുക്ക് 5.25 തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴുത്തൊന്നും ഒട്ടും അകന്ന് പോവാതെയൊക്കെ വേണം കേട്ടോ അളക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആം ഹോൾ നോക്കാം. ആം ഹോൾ നോക്കുമ്പോഴത്തേക്കും ഈ ആം ഹോളിൻ്റെ പോയിൻ്റ് ഇല്ലേ, നമ്മൾ 2 സ്ലീവും കൂടി ജോയിൻറ്റ് ചെയ്തേക്കണ പോയിൻ്റ് വരെയുള്ള ഇറക്കമാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു 5.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 5.25 ഇഞ്ച് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ആ പോയിൻറ്റിന് നേരെ വെച്ച് കൊടുക്കുക കേട്ടോ. കൈ വളയണമെന്നൊന്നും നോക്കണ്ട, നമ്മുടെ പോയിൻറ്റിന് നേരെ വയ്ക്കുക. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് അളന്ന് നോക്കാം. അപ്പോൾ എത്ര ഇഞ്ചാണ് വരുന്നതെന്ന്. അപ്പോഴും നമുക്ക് 5.25 ഇഞ്ച് തന്നെ കൃത്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യം 5.25 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ആം ഹോൾ വന്നിട്ട്. ഇനി നമുക്ക് കഴുത്ത് അകലം എടുക്കാം കേട്ടോ. നെക്ക് അധികം വളയ്ക്കാതെയും തിരിക്കാതെയൊക്കെ വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു 5.5 ഇഞ്ചാണ് കേട്ടോ കഴുത്തകലം വരുന്നത്. നമ്മളിങ്ങനെ കഴുത്തെ പിടിച്ച് വലിക്കാതെയൊക്കെ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം വേണം കേട്ടോ നെക്കിൻ്റെ അകലം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കഴുത്തകലം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഷോൾഡർ അളന്നെടുക്കാം കേട്ടോ. ഷോൾഡർ അളന്നെടുത്താലും മതി. ബാക്കി നമുക്ക് കഴുത്തകലമായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ എനിക്ക് നെക്കകലം വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡിലും കൂടി ഏകദേശം ഒരു 2.25 ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നോക്കാം. നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒന്ന് കൈകൊണ്ടൊന്ന് വരച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് നോക്കുകയോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശത്തേക്ക് തിരിച്ചിട്ട് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കവും നോക്കാം. ഒരു 8 ഇഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഷോൾഡറിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. ഷോൾഡറിൽ നിന്ന് ഒരു 8 ഇഞ്ചോളം ബാക്കിൽ കഴുത്തിൻ്റെ ഇറക്കം വരുന്നുണ്ട്. നമുക്ക് കട്ടിങ് എവിടെ നിന്നാണ് തുടങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലൗസ് മറിച്ചിട്ടിട്ടുണ്ട്. ബ്ലൗസെ പിടിച്ച് ഒരുപാട് വലിക്കാതെ നമ്മുടെ ടക്കൊന്ന് നിവർത്തിയെടുക്കാം. ഇത് മുറിച്ച് കളയാത്ത ടക്കിൻ്റെ വശമാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ അളക്കുകയാണ് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ടക്കൊന്ന് നേരെ പിടിച്ചിട്ട് എത്രയിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കണേന്ന് നോക്കാം. അപ്പോൾ അത് വന്നിട്ട് 13.25 കേട്ടോ നമ്മൾ കട്ട് ചെയ്തേക്കണത്. അപ്പോൾ 13.25 നമുക്ക് കട്ടിങ്ങും എഴുതി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവാണ് മറിക്കാനുള്ളത്. സ്ലീവ് ഇതുപോലെ എത്രയാണ് വന്നേക്കണേന്ന് നമുക്ക് നോക്കാം. ഏകദേശം നമുക്കൊരു 10.5 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് വന്നേക്കണത്. 10.5 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ നീളം വന്നേക്കണത്. ഇനി അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എടുക്കണം. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ 2 സ്ലീവ് ജോയിൻ ചെയ്തേക്കണ പോയിൻ്റ് വരെ സ്ലീവിൻ്റെ മുകളിൽ നിന്നുള്ള വണ്ണം ആദ്യം എടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ സ്ലീവെ പിടിച്ച് ചുളുക്കോ വരിക്കോ ഒന്നും ചെയ്യരുത്, അല്ലാതെ തന്നെ എടുക്കണം. നമുക്കൊരു 6.5 ഇഞ്ചാണ് കേട്ടോ അവിടെ വരുന്നത്. ആ കൃത്യം ജോയിൻ്റ് വരെയുള്ളതാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. വളയ്ക്കോ തിരിക്കോ ഒന്നും ചെയ്യരുത്. ടേപ്പ് നേരെ തന്നെ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണവും കൂടി എടുക്കണം. അടിഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി അളന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്ലീവിൻ്റെ അളവും നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. ഒരു 5 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ചാണ് കേട്ടോ മൊത്തത്തിൽ വരിക. അപ്പോൾ അതും എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ടക്കിൻ്റെ പോയിൻറ്റ് എത്ര ലെങ്ത്തിനാണ് വന്നേക്കണേന്നാണ് കേട്ടോ നോക്കണത്. അപ്പോൾ നമ്മൾ നോക്കാം. നമ്മുടെ ടക്കിൻ്റെ പോയിൻറ്റ് കൃത്യമായിട്ട് 10 ഇഞ്ചിലാണ് വന്നേക്കണേ. ബ്ലൗസിൽ പിടിച്ച് ഒരുപാട് വലിക്കാതെയൊക്കെ വേണം കേട്ടോ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ടക്കിൻ്റെ അകലമാണ്. മെയിൻ ടക്കിൻ്റെ അകലം ഇതുപോലെ ബ്ലൗസ് നിവർത്തിയിട്ടിട്ട്
നമ്മുടെ കൊളുത്ത് പിടിപ്പിച്ചേക്കുന്നിടം വരെയുള്ള അളവാണ് കേട്ടോ എടുക്കേണ്ടത്. 4 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന അളവുകൾ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.